കൊളംബസും വാസ്കോഡഗാമയും തീർത്ത വഴികളിലൂടെ നമ്മളും യാത്ര തുടരുന്നു. അന്നും ഇന്നും പ്രകൃതി ഭംഗിയാൽ ഹരിതാഭമായ മലയോരദേശമായ ഇടുക്കിയിലേക്കാണ് ഇന്നത്തെ യാത്ര. എത്ര കണ്ടാലും മതിവരാത്ത മായിക പ്രപഞ്ചം മഞ്ഞിന്റെ മടിത്തട്ടിൽ ഒളിപ്പിച്ച് ഓരോ കാഴ്ചക്കാരനും കോടമഞ്ഞിന്റെ പാളികൾ മാറ്റിയും മറിച്ചും ദൃശ്യവിസ്മയം തീർക്കുന്ന ഇടുക്കി. യാത്ര തുടങ്ങിയപ്പോൾ മനസ്സ് നിറയെ ആകാംക്ഷയായിരുന്നു. ഓരോ കാഴ്ച ഒപ്പിയെടുക്കാനുള്ള വ്യഗ്രതയും. ഇന്നത്തെ യാത്ര എവിടെ എത്തിച്ചേരും എന്നറിയില്ല. എങ്കിലും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഇടുക്കിയുടെ മണ്ണിലേക്ക് ലോകം കാണാനിറങ്ങിയ സഞ്ചാരികൾക്കൊപ്പം ഞങ്ങളും യാത്ര തുടർന്നു. പേരിൽ തന്നെ ഒരു കൊച്ചു കഥ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പാഞ്ചാലിമേടിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഓർമ്മകൾ തീർത്ത വഴിയിലൂടെ ഞങ്ങളും കയറാൻ തുടങ്ങി. മേടിന്റെ മുകളിലെത്തിയപ്പോൾ അറിയാതെ ഞങ്ങളും ആ കാലഘട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന പോലെ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കൃഷി ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഒരു ചെറിയ അണക്കെട്ടും കുളവും ഇവിടെയുണ്ട്. ഇടുക്കിയിലെ പച്ചപ്പ് മാത്രമല്ല, വേനൽ ചൂടിൽ ഉരുകി നിൽക്കുന്ന കാനന ഭംഗിയും ഒന്ന് കണ്ടാസ്വദിക്കേണ്ടതാണ്. ഓരോ പുൽനാമ്പുകളും തല താഴ്ത്തി വേനൽ മഴയ്ക്കായി തളിർത്തുയരുവാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മേടിന്റെ ഏറ്റവും മുകളിലാണ്. ശബരിമല കുന്നുകളിലെ 18 മലകളിൽ ഒന്നാണ് പാഞ്ചാലിമേട്. ഒരുപാട് പഴക്കം തോന്നിക്കാത്ത ഒരു ഭുവനേശ്വരി ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന് സമീപം അത്ഭുതകരമായ ഒരു ശില സ്ഥിതി ചെയ്യുന്നുണ്ട്. പഞ്ചപാണ്ഡവരുടെ വനവാസക്കാലത്ത് അവർ ഇവിടെ പ്രതിഷ്ഠിച്ചു പോയി എന്ന് പറയപ്പെടുന്ന ഈ ശില ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ കാണുന്ന ശിവലിംഗം വനവാസക്കാലത്ത് പാണ്ഡവർ ആരാധിച്ചു പോന്നതാണ്. ഇതിനൊക്കെ ഇടയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കൽത്തറ കാണാം. പണ്ടുകാലത്ത് വള്ളിയാങ്കാട്ട് ദേവി ഇവിടെയായിരുന്നു. വള്ളിചാടിപ്പോയതിനാൽ വള്ളിചാടി ദേവി എന്നുമാണ് അറിയപ്പെടുന്നത്. പാഞ്ചാലിക്കുന്നിനോട് ചേർന്ന് ഒരു കുരിശുമലയും കാണാം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ ചോര വീഴ്ത്തുന്നവർ ഈ കുന്നിൻ കീഴിലെ മതമൈത്രി ഒന്ന് കാണേണ്ടതാണ്.
പാഞ്ചാലിമേടിൽ നിന്നും ഞങ്ങൾ പോയത് സമ്മർ പാലസ് എന്നറിയപ്പെടുന്ന കൊട്ടാരത്തിൽ ആയിരുന്നു. വർഷത്തോളം കാലപ്പഴക്കമുള്ള ഈ കൊട്ടാരം പീരുമേട് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് വേനൽക്കാല വസതിക്കായി നിർമ്മിച്ചതാണത്രേ. നാലുകെട്ടും നടുമുറ്റവുമുള്ള ഈ കൊട്ടാരത്തിനു കാലമേൽപ്പിച്ച പോറലുകൾക്കും തകർച്ചയ്ക്കും അപ്പുറം ഇപ്പോഴും പ്രൗഢിയുണ്ട്, പഴമയുണ്ട്, ചരിത്രത്തിന്റെ കയ്യൊപ്പുണ്ട്. സമ്മർ പാലസിന്റെ സമീപ പ്രദേശത്ത് തന്നെ പീർ മുഹമ്മദ് എന്ന സൂഫി സന്യാസിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിന് പീരുമേട് എന്ന പേരിന്റെ ഉത്ഭവം എന്ന് കരുതപ്പെടുന്നു. വഴിയോര കാഴ്ചകൾ നുകർന്ന് ഞങ്ങൾ ചെന്നത് പൈൻമരക്കാടുകളിൽ ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ നിർമ്മിച്ചതാണത്രേ ഈ കാട്. തണുത്ത കാറ്റും ഇടതൂർന്നു നിൽക്കുന്ന പൈൻമരങ്ങളും അതിനിടയിലൂടെ വരുന്ന സൂര്യകിരണങ്ങളും ആരിലും കവിതയുണർത്തും. പ്രണയിനിയുടെ കൈകോർത്ത് തൊട്ടുതലോടി ഈ മരങ്ങൾക്കിടയിലൂടെ ഒന്നു നടക്കാൻ ആരും കൊതിച്ചു പോകും. ആസ്വദിച്ച് കൊതി തീർന്നിട്ടില്ലെങ്കിലും ആകാശമുട്ട വളർന്നു നിൽക്കുന്ന പൈൻമരങ്ങളോട് സുന്ദരമായ കാഴ്ചകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 4:30 കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എത്തിച്ചേർന്നത് പരുന്തുംപാറയിൽ ആയിരുന്നു. പീരുമേടിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് പരുന്തുംപാറ. പരുന്തുംപാറയിലെ സ്വസ്ഥമായ അന്തരീക്ഷവും സായാഹ്നത്തിലെ തണുത്ത കാറ്റിന്റെ നേർത്ത തലോടലും ഞങ്ങളിലെ ക്ഷീണം താനെ അകറ്റി. വേനലിൽ തല താഴ്ത്തി നിൽക്കുന്ന ഇവിടുത്തെ പച്ചപ്പ് വാഗമണ്ണിലെ മുട്ടക്കുന്നുകളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നിന്നും നോക്കിയാൽ ശബരിമല കുന്നുകൾ കാണാവുന്നതാണ്. മകരജ്യോതി ദർശിക്കുവാൻ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. വിശാലമായ പ്രദേശമായതിനാൽ ഇവിടെ നിന്നും നോക്കുമ്പോൾ വളരെ ദൂരത്തോളം ഉള്ള മലനിരകൾ കാണാൻ സാധിക്കും. മലനിരകൾക്കിടയിലെ അഗാധമായ ഗർത്തങ്ങൾ ഓരോ മുഖത്തേക്കും ചൂഴ്ന്നു നോക്കുന്നത് പോലെ. ഇവിടുത്തെ ഈ പാറക്കെട്ട് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ശിരസുമായി അത്ഭുതകരമായ സാദൃശ്യമുണ്ട്.
സായാഹ്ന ഭംഗിയിൽ കുളിച്ചു നിൽക്കുന്ന പ്രകൃതിയോടും ടാഗോർ പാറയോടും ഇനിയും വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുന്നിറങ്ങി. പരുന്തുംപാറയിൽ നിന്നുള്ള യാത്രകൾക്കിടയിൽ പീരിമേഡിലെ പ്രസിദ്ധമായ പട്ടുമലപ്പള്ളി കാണാൻ സാധിച്ചു. 2008 മാർച്ച് 9 മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങും. മേഘപ്പാളികൾക്കിടയിലേക്ക് ആ ചുവന്ന ഗോളം മുഖം പൊത്തും. ഓരോ പകൽ യാത്രയ്ക്കും ചക്രവാളത്തിൽ മുഖം താഴ്ത്തി അടുത്ത ഉത്ഭവത്തോടെ വീണ്ടും യാത്ര തുടരുന്നു. സൂര്യനെ പോലെ ഈ യാത്രയും തുടരുന്നു.